അടിയില്ലേ? ഞാൻ ചോറ് കൂട്ടാൻ പോയിട്ട് വന്നപ്പോ കണ്ട കാഴ്ച കേട്ടത്. ഞാൻ ഓനെ നോക്കുന്നു കൊണ്ട് പോയത്. അപ്പൊ ഓനെ ആട്ടി ഉറക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വെറുതെ ഒരു നൈറ്റിലത്തെ ഒരു വീഡിയോ പോലെ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. ഇവരെ പുറകെ അങ്ങനെ നടന്നിട്ട് ചായ കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചായ വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പുറകെ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ. അതിനാപ്പി സൗസറടെ സോസർ ടാറ്റാ എന്താണ്ട് വെള്ളം എന്താണ്? ഇതാണ് കേട്ടോ, ഇതാണ് എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ട് തീരാൻ സമ്മതിക്കണ്ട. എന്റെ കാലിച്ചോട്ടിൽ ഇങ്ങനെ കിടന്ന് കരയാണ്. എന്താ വേണ്ടത്? എന്താ കുഞ്ഞിന് വേണ്ടത്? പപ്പു പപ്പു നമുക്ക് ചായ അയച്ചോട്ടോ. ഇനി വേണോ? ഇനിയിപ്പോ എത്ര ചായ കുടിച്ച്? സ്കൂളിൽ ഇട്ട് വന്നിട്ട് ബൂസ്റ്റ് കുടിച്ച് ബിസ്ക്കറ്റും കൂട്ടി എന്നെന്താ കഴിച്ചു? വെള്ളം ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അതവിടെ സോഫയിൽ വെച്ച് വന്നിട്ട് അതിനെന്താക്കി അതിനെ മറിച്ച് സോഫയിലൊക്കെ മറിച്ച് എനിക്ക് തീരുമാനമാക്കി തന്നു അല്ലേ? ചായ തരാം. വേണം. വെള്ളത്തിൽ മുക്കിയിട്ടോ. അപ്പം ബിസ്ക്കറ്റ് തിന്നാ എന്നിട്ട് അതെന്താക്കി സോഫയിൽ അവിടെ വെച്ചിട്ട് പോയി. എന്നിട്ട് അതിനതാ ചെറിയോൻ അതാ കുത്തിരിക്കുന്നു കണ്ടോ? അതിനൊക്കെ മറിച്ച് എന്ത് കളി നിലത്തിന്റെ കോലൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട. കാർപ്പറ്റൊക്കെ കീറി നാശമായിട്ട് പുതിയ മാറ്റാനായിരിക്കും കേട്ടോ. കാണിച്ചു വരില്ലേ? വെള്ളം കൂട്ടിയിരുന്ന പിന്നെയും ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട്. എന്നിട്ട് പിന്നെ എനിക്ക് ഇനി ചായയും വേണമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേനും ചോറ് തിന്നാനാവും കേട്ടോ. അപ്പത്തിനും ചോറും കൂടി തിന്നിട്ട് എനിക്ക് ഒരുമിച്ച് പോയിട്ട് കിടന്നുറങ്ങാം അല്ലേ? അമ്മ ഏകദേശം അത്ര ആയിക്ക് 7 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറക്കി തിന്നുന്നേ? ഇനിയിപ്പോൾ ഇത് കുടിച്ചിട്ട് വേണം ഇവനെ പഠിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്, പഠിപ്പിക്കല്. 100 തവണ പറഞ്ഞു കൊടുത്താലും പിന്നെയും ചോദിക്കും ഉമ്മി ഇതെന്താ അല്ലേ? അപ്പോൾ ഗായ്സ് നമുക്ക് ചായ തിളച്ചിട്ട് കാണാം. അപ്പോൾ ഗായ്സ് മല്ലി മുളകൊക്കെ ഇവിടെ ഉണക്കാനിട്ടിട്ട് മറന്നു പോയിട്ടോ. അതിന് മേലെ ഇരുട്ട നിങ്ങൾ കാണൂല. മറിച്ചിതാകണ്ടോ? ഇതിന് മേലെ ഇട്ടിട്ട് എടുക്കാൻ മറന്നുപോയി. അമ്മ ഇപ്പോൾ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ട് അങ്ങ് കാണൂല. ഞാൻ ഇത് എടുക്കട്ടെ കേട്ടോ. ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നാളെ എടുത്തിട്ട് വെയിലത്തിടണം. എന്താ അവിടെ എൻ്റെ ചെമ്പും പാത്രമൊക്കെ എടുത്തിട്ട് ചെമ്പും. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ബിസ്ക്കറ്റും ചായയും കൂട്ടിയിട്ട് നമുക്ക് വെറുതെ ശേഷം ചായ കുടിക്കാം. മല്ലി മുളകൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ചായ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അത് എടുത്ത് വെക്കാൻ വേണ്ടി പോയി. അതെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ വന്നത്. എന്താ തലയിൽ അടിച്ചിരുന്നു. കുഞ്ഞു കൊടുക്കടാ. ചട്ടമൊക്കെ എടുത്ത് കളിച്ചിട്ട് തലയിൽ അടിച്ചിരുന്നു. കുഞ്ഞെടുക്ക്. ഇവിടെ വന്നാളി. പരാതിയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും കഴിക്കാനുള്ള പ്രശ്നം ഇതാണ്. എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ വരും. വീണുകൊണ്ടേ വരും. മോനെ എടുക്കട്ടെ. ഇതൊക്കെ ഒരു പൊട്ട എങ്ങനെ അത് തിന്നുന്നേ? ഈ സാധനം ആരെങ്കിലും ചായയിൽ മുക്കി തിന്നോ? ഇതിപ്പോൾ ഉമ്മ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. ചായ കൊണ്ടിരിക്കുമ്പോഴത്തേനും ഉമ്മ കൊണ്ടുവന്നു. എന്നിട്ട് അത് ചായയിൽ മുക്കി തിന്നു. സ്ട്രോ ആക്കിയിട്ട് ചായ വലിച്ചു കുടിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും പൊട്ടന്മാർ ചെയ്യുമോ അല്ലേ? നോക്ക് ഒന്നുകൊണ്ടടാ. ഈ സാധനമാണ് ചായയിൽ മുക്കി തിന്നുന്നത്. ഇത് ആരെങ്കിലും ചായയിൽ മുക്കി തിന്നുന്നവരുടെ കമന്റ് ചെയ്യും കേട്ടോ. സൂപ്പറാട്ടോ. അതിനു ഭയങ്കര ഇഷ്ടമായത്. നോക്ക്. പഠിക്കണ്ടേ? ചായ കുടിച്ചിങ്ങനെ ഇരുന്നാൽ മതിയോ? കൈ കാണിക്ക് മുറിഞ്ഞത്. ഇങ്ങോട്ട് മുറ്റത്ത് നിന്ന് ഓടി കളിച്ചിട്ട് റോട്ടുമ്പോൾ പോയി വീണിട്ട് കൈ മുറിഞ്ഞ്. കാല് മുറിഞ്ഞതവിടെ. കാല്
ഇത് കാലുമ്മ ഫുള്ള് മുറിയാ. അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്തിറങ്ങാത്ത ഒരാളാണ്. ഇപ്പൊ മുറ്റത്ത് ഇറങ്ങി 2 ദിവസമായിട്ട് മുറ്റത്ത് ഇറങ്ങാൻ തുടങ്ങിയ നേരം ഫുള്ള് മുറിയാവലും തുടങ്ങി. ഇനി അത് തന്നെ ഇരിക്കുന്നേക്കും നല്ലത് അല്ലേ? പുള്ളിക്ക് വെള്ളം കഴിക്കാൻ കൂടി സമ്മതിക്കുന്നില്ല. പുറത്തിരിക്കാനോ? ഇത് ടിക്ക് കിട്ടിയ ടീച്ചർ ചോദിച്ചോ? എത്രയാന്നൊക്കെ ചോദിച്ചോ? എന്നിട്ട് എന്താ വായിച്ചു കൊടുത്തേ? അപ്പൊ 12 ഇല്ലേ? 12ഉം 13 ഒന്നും ഇല്ലേ? നോക്കിട്ട് വായിച്ച് കാണിച്ചോണ്ടമ്മക്ക്. വായിക്കാൻ പറഞ്ഞില്ല? ടീച്ചർ വെറുതെ ടിക്കിട്ടെന്നൊക്കെയുള്ളൂ. അന്നക്ക് വായിക്കാൻ അറിയും വിചാരിച്ചിട്ടേക്കും. ബണ്ടാൻ അത് അന്നൂനെ ഇടിക്കാൻ വരുന്നത്. അന്നൂന്റെ ക്ലോക്കിൽ എത്ര സമയമായി? ഈ ക്ലോക്കില്ലേ, ഇത് വാങ്ങിയിട്ട് ഇത് സമയം നോക്കാൻ ക്ലോക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ബാറ്ററി ഒക്കെ ഇടിച്ചേ. ഈ സമയല്ലേ ഇതിങ്ങനെ 6 മണി 6:15 6:30 6:45 പിന്നെ 6 മണി 6:00 ഇതിങ്ങനെ കറങ്ങാൻ കേട്ടോ. അല്ലാണ്ട് ഇതിൽ വേറൊരു സമയം വരില്ല. 6:15 ഇപ്പം 6:45 ഇത് നോക്കും. ഇനി 6 മണി തന്നെ ആവും. അത് കഴിഞ്ഞ് 6:15 അല്ലേ? അങ്ങനത്തെ ക്ലോക്കാ ഇത്. ഇതിന്റെ സാധനം ഇവിടെ തായ എന്നാ ഇത് 16 ഏത്? ഉമ്മ ഇട്ടരാ. 16 ഏത്? പറഞ്ഞു ഇത് കസാര നല്ലോണം വെച്ച് ചെയ്ത്, ഇല്ലെങ്കിൽ താഴെ വീണോ കാർപ്പറ്റ് കയറും ബാക്കിയും കൂടി. അങ്ങനെയല്ലല്ലോ, ഫസ്റ്റ് 1 ഇട്ടിട്ടല്ലേ 6 ഇടുക. ചിക്കനൊന്നും അറിയൂലല്ലോ. ഫുൾ മാർക്ക് വാങ്ങിയതല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ കാണുന്നവരൊക്കെ പറയും അന്നു നുണ പറഞ്ഞതാണ് ഫുൾ മാർക്ക് കിട്ടിയത്. അന്നു പഠിക്കുന്ന കുട്ടിയെന്ന് കാണിച്ചു കൊടുക്ക്. 16 എന്ന് പറഞ്ഞ് വായിച്ച് എഴുതി കാണിച്ചു കൊടുക്ക്. എന്താ അതിനുള്ളിൽ തപ്പുന്നേ? മാർക്കോ? മാർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ? ഭദ്രമായിട്ട് എടുത്ത് വെച്ചിക്കാം മാർക്ക് അല്ലേ അന്നു? മാർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തല്ലേ, അത് എടുത്ത് വെച്ചോ. അതിനും കണ്ട അതിനും എടുത്ത് കയറും. ഏത് 16 എന്ന് പറഞ്ഞ ഇത് കേട്ടോ. വൃത്തിക്ക് കുഞ്ഞി പെട്ടിയിൽ കുഞ്ഞാക്കി ചെയ്ത്. അതെന്താ അത്? വായിച്ചിട്ട് എഴുതിരാ. ഇതാണ് അവസ്ഥ. ഒരു 100 തവണ ഒരു ബോക്സിൽ ഒരു 16 തന്നെ ഒരു 100 തവണ പറഞ്ഞ് എഴുതിക്കണം. എന്നാലും അതൊന്ന് കംപ്ലീറ്റ് ആയി കിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പറയുന്നതൊക്കെ മനസ്സിലാക്കി എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളെ അല്ലേ? എഴുത് വീഡിയോയിൽ കൂടെ അടി കിട്ടുന്നത് എല്ലാവരും കണ്ടിട്ട് പന്നു വൈറലാവും. കാണണോ? കാണിച്ചു കൊടുക്കട്ടെ? ഇത് കളിക്കാനല്ലേ? എന്താണ് എന്ത് കാര്യം? അതിന്റെ ഉള്ളിൽ ആരാ പെൻസിൽ ഇട്ട് വെക്കുവോ? അടി കൂടെ പോയോ? അതതിൽ റബ്ബർ ഇല്ലാത്തോണ്ടാ. ഇത് റബ്ബർ എന്താക്കി? അതാരാ ഊരിയെടുത്ത റബ്ബർ അതിൻ്റെ ഉള്ളിൽ നിന്ന്? ഇത് 16 എഴുതി കാണിച്ചു കൊടുക്ക്. എല്ലാരും ഞെട്ടട്ടെ. വിത്തിക്ക് എഴുതി കാണിച്ചു കൊടുക്ക്. നോക്കട്ടെ. എടാ മമ്പ 16 എഴുതിയോന്. നല്ല മമ്പ മോനല്ലേ? അടുത്തൊന്ന് എഴുതുമ്പി നോക്കട്ടെ. ഒന്ന് എഴുത്. അത് അതിനൊന്ന് ചീത്ത അറിയുന്നു. അതിന് കുരുത്തക്കേട്. ഇത് നമ്മൾ താഴെ വരെ എഴുതും. അത് കഴിഞ്ഞിട്ട് 17 എഴുതും. ഓക്കെ, വേഗം എഴുതറാ. അങ്ങനെയാ പറഞ്ഞത്. അത് 18, അത് 19. ഇതാ എല്ലാം എഴുതി അല്ലേ? നല്ല മമ്പനായിട്ട് എനിക്ക് എഴുതാനൊക്കെ അറിയാല്ലേ? ലൈറ്റ് ഇട്ടിക്കല്ലോ. ഇത്ര ലൈറ്റേ ഉള്ളൂ ഇവിടെ. അപ്പൊ കാര്യം ഞാൻ ഓനെ പഠിപ്പിച്ചിട്ട് വരാം. പിന്നെ ഇത് കുറച്ച് ടാസ്കുള്ള കാര്യമാണ്. കുറച്ച് നേരം ഇരിക്കണം. വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് ബോറടിക്കും. അപ്പോൾ അവനെ പഠിപ്പിച്ചിട്ട് പിന്നെ ചെറിയ ഒരു തുണി മടക്കൽ അങ്ങനത്തെ ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ്, ഒരു ഫൺ വീഡിയോ പോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ. എനിക്കെന്താ പറയണ്ടേ? പറഞ്ഞോ. അവിടെ നിന്നിട്ട് പറയും. ക്യാമറയുടെ ഉള്ളിൽ വരിക. പറഞ്ഞോ. Bye bye.